കോഴിക്കോട് LDFിൽ പൊട്ടിത്തെറി. CPMനെതിരെ RJD രംഗത്തെത്തി. കോർപ്പറേഷനിലെ RJD സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് പിന്നിൽ CPM എന്ന് ആരോപണം. 5 നേതാക്കൾക്കെതിരെ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, കോഴിക്കോട് കോർപ്പറേഷനിൽ ഭരണം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വലിയ തിരിച്ചടിയാണ് പലയിടങ്ങളിലും LDFന് നേരിടേണ്ടി വന്നത്. NDA വലിയ മുന്നേറ്റമുണ്ടാക്കുന്നു, UDF നില മെച്ചപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിന് പിന്നാലെയാണ് മുന്നണിയിലെ തർക്കം. RJD മുന്നണി വിടുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ RJD തന്നെ തട്ടകമായ കോഴിക്കോടിൽ ഇത്തരത്തിലുള്ളൊരു വിഭാഗീയത രൂക്ഷമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടും ഭരണ മുന്നണിയിലും ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും KP സുരേഷ്, അതായത് കോഴിക്കോട് CPMൽ പൊട്ടിത്തെറി എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഘടകകക്ഷിയായ RJD തന്നെ CPMനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളിലാണ് പ്രധാനമായും RJD മത്സരിച്ചിരുന്നത്. കാരപ്പറമ്പ്, നടക്കാവ്, മൂന്നാലിങ്കൽ, മാവൂർ റോഡ്, ഈ 4 സീറ്റുകളിലും ദയനീയമായ പരാജയമാണ് RJDക്കുണ്ടായത്. ഈ ദയനീയ തോൽവിയുടെ, RJDയുടെ ഈ തോൽവിക്ക് കാരണമെന്ന് പറയുന്നത് CPM തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതീവ ഗുരുതരമായിട്ടുള്ള CPMനെതിരെ ഉള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് RJD ഘടകകക്ഷിയായിട്ടുള്ള RJD തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ ഈ പരാതി നേരിട്ട് ജില്ലാ കമ്മിറ്റിക്ക് അയച്ചിരിക്കുന്നു. ആ പരാതിയുടെ കോപ്പി അത് ജനം TVക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പരാതിയിൽ ഇവർ പേരെടുത്ത് പറയുന്ന 4 നേതാക്കളുണ്ട്. ക്ഷമിക്കണം, ഇതിൽ പ്രധാനമായും ഇവർ പേരെടുത്ത് പറയുന്ന നേതാക്കൾ CPM നേതാവായിട്ടുള്ള അനീഷ്, അതുപോലെ ശ്രീഷ്മ, ദീപ്ത, പ്രേംനാഥ്, ഷീബ, ഈ 4 നേതാക്കൾക്കെതിരെയാണ് ഇതിൽ പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ ഈ CPM ജില്ലാ കമ്മിറ്റി മെമ്പർ കൂടിയാണ് ഈ അനീഷ്. ഈ RJD മത്സരിച്ച പ്രദേശത്തേക്ക് എത്തുന്നു. അതായത് സ്ഥലത്ത് മാവൂർ റോഡ്, കാരപ്പറമ്പ്, ഈ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം അത് CPMന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ പരാതിയിൽ എടുത്തു സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ബാൻഡ് അടക്കമുള്ള ഈ പ്രചരണത്തിന് വേണ്ടി RJD സ്വന്തം ചെലവിലാണ് ഈ ഭാഗത്തൊക്കെ തന്നെ ഈ വാർഡുകളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. 1 രൂപ പോലും CPMന്റെ കയ്യിൽ നിന്നോ മറ്റ് പാർട്ടി തലത്തിലോ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ മനഃപൂർവ്വമുള്ള തോൽവിയാണ് തങ്ങൾക്കുണ്ടായത് ഈ 4 വാർഡുകളിലും. അതിന് കാരണം CPMന്റെ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ഈ RJD സീറ്റിൽ സ്ഥാനാർത്ഥിയെ CPM അടിച്ചേൽപ്പിച്ചു എന്നൊരു ഗുരുതര ആരോപണം കൂടി ഈ RJD ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ RJD CPM വിടുന്നു എന്ന വാർത്തയൊക്കെ തന്നെ നേരത്തെ വന്നിരുന്നു. CPMുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അനുനയ നീക്കങ്ങളൊക്കെ നടന്നു. RJD പാർട്ടിയുമായി അടുത്ത് വിട്ടു പോകില്ല, ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും ഒപ്പം ഉണ്ടാകും എന്നൊക്കെ തന്നെ പറഞ്ഞു തുടങ്ങുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് നിന്ന് തന്നെ RJDയുടെ തട്ടകത്തിൽ നിന്ന് തന്നെ CPMനെതിരെ ഇത്തരത്തിൽ ഗുരുതര ആരോപണം ഉണ്ടാകുന്നത്. അത് പരാതിയുടെ രൂപത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നത്. ഈ പരാതിയുടെ ഏറ്റവും അവസാനം ഈ RJD നേതാക്കൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. തങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ തങ്ങൾ തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ്. അതായത് ഈ CPM വിടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ വിട്ടുനിൽക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് തങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കും എന്നുള്ളൊരു താക്കീത് കൂടി ഈ പരാതിക്ക് ഏറ്റവും ഒടുവിൽ. നമുക്കറിയാം, RJDയെ സംബന്ധിച്ചിടത്തോളം അല്പം മേധാവിത്വമുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. മറ്റ് ജില്ലകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ RJDക്ക് അത്രത്തോളം മേധാവിത്വമോ പ്രാതിനിധ്യമോ പോലുമില്ല. ഇവിടെ RJD ഇത്തരത്തിലുള്ള ഒരു സ്വാരസ്യം പ്രകടമാക്കുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം LDFന്, പ്രത്യേകിച്ച് CPMന് ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യത കൂടി ഉണ്ടല്ലേ അവിടെ? തീർച്ചയായും KP, അതായത് നിസ്സാരമായിട്ടുള്ള എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു ആരോപണമല്ല RJD ഉന്നയിച്ചിരിക്കുന്നത്. ഘടകകക്ഷിയാണ്, ഒപ്പം നിൽക്കുന്നവരാണ്. അവർ തന്നെയാണ് CPM ജില്ലാ നേതൃത്വത്തിനെതിരെ അതീവ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു വരുന്നത്. അതായത് RJD CPMന്റെ ഇതിൽ തന്നെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ CPMനകത്ത് തന്നെയുള്ള നേതാക്കൾ തന്നെ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അവരുടെ ഇടപെടൽ, അവരുടെ പ്രവർത്തനമില്ലായ്മ കൊണ്ട് മാത്രമാണ് ഈ 4 RJD സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ട് അവരുടെ പരാജയത്തിന് കാരണമായത് എന്നുള്ളതാണ്. ഈ സ്ഥാനാർത്ഥികളുടെയും അതുപോലെ തന്നെ ഇവർ ആരോപണം ഉന്നയിക്കുന്ന നേതാക്കളുടെയും ഒക്കെ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി
നൽകിയിരിക്കുന്നത്. ഈ പരാതിക്ക് മേൽ നടപടി ഉണ്ടാകുമോ? ഇനി അതാണ് അറിയേണ്ടത്. ഈ ജില്ലാ നേതൃത്വം മനഃ പറഞ്ഞതുപോലെ തന്നെ ഈ പരാതികളിൽ എന്ത് നടപടിയായിരിക്കും നേതൃത്വം സ്വീകരിക്കുക, അതാണ് കണ്ടറിയേണ്ടത്. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.